LDF-ൽ പരിഗണന കിട്ടാത്തതിനാൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ INL, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നഗരസഭ, അലനല്ലൂർ, കുമരംപുത്തൂർ, കോട്ടപ്പാടം പഞ്ചായത്തുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനം. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേർന്നു. ഗോകുൽ, അത്ര വലിയ സ്വാധീന ശക്തികളൊന്നും അല്ലെങ്കിലും കുറച്ച് വോട്ടൊക്കെ അവർക്ക് അവിടെ ഉണ്ട്. ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ അവിടെ LDF-ന്റെ വിജയസാധ്യതയെ ബാധിക്കാനിടയുണ്ടോ ഗോകുൽ? ഹാഷ്മി, അത് തന്നെയാണ്. വലിയൊരു സ്വാധീന ശക്തിയൊന്നുമല്ല INL എങ്കിലും കഴിഞ്ഞ തവണ അവർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചില്ല എന്നും അതിനാലാണ് ഇത്തരത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതെന്നുമാണ് INL മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി പറയുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ മണ്ണാർക്കാട് നഗരസഭ, അലൂർ, കുമരംപുത്തൂർ, കോട്ടോപ്പാടം പഞ്ചായത്തുകളിലാണ് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനവുമായിട്ട് INL മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. കഴിഞ്ഞ തവണ CPM-ന്റെ മുതിർന്ന നേതാവ് AK ബാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ ഉറപ്പ് ഇത്തവണ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് എന്ന് പറയുന്നു. ആത്മാഭിമാനം പണയം വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാത്തതിലാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത് എന്നാണ് പറയാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ LDF പട്ടിക പ്രഖ്യാപിച്ചത്. ആ പട്ടികയിലും INL സീറ്റില്ല. CPM, CPI, ജനതാദൾ, NCP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് സീറ്റുണ്ടായിട്ടും INL സീറ്റ് കൊടുക്കാൻ തയ്യാറായില്ല. ഇതിനെ സംബന്ധിച്ച ചോദ്യം ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ച സമയത്ത് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പോലും സീറ്റ് കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് INL കൊടുക്കാൻ സാധിക്കുക എന്നൊരു ചോദ്യമാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു സ്വാധീന ശക്തി അല്ലാത്തതിനാൽ CPM-ഉം LDF-ഉം INL-നെ തടയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.